വിജ്ഞാപനം. പ്രിയ സഹോദരനെ, ആദിമസഭയിൽ വലിയ ശനിയാഴ്ച മാമോദീസ നൽകുന്ന പതിവുണ്ടായിരുന്നു. ഈ പതിവ് ചില സ്ഥലങ്ങളിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. മാമോദീസയിലൂടെ നാം മിശിഹായോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ ഓർമ്മിക്കുക. അതുപോലെ പാപത്തോട് മരിച്ച് മിശിഹായോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ദിനം ഇന്നാണല്ലോ. തുടർന്ന് വരുന്ന തിരുക്കർമ്മങ്ങൾ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളം വെഞ്ചരിച്ച് നമ്മുടെ മേൽ തളിച്ചുകൊണ്ട് മാമോദീസ ജലത്തിലൂടെ നമുക്ക് പുതുജന്മം ലഭിച്ചതിനെ നാം ഓർക്കുന്നു. ദീപം കൊളുത്തി ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിപ്പിക്കുന്ന നാം ഈ ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മാമോദീസയുടെ അവസരത്തിൽ നാം എടുത്ത വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മിശിഹായിൽ നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മാമോദീസയുടെ ആദ്യരൂപമായ യോർദാൻ വെച്ച് ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേലിറങ്ങി വസിച്ചവനും ഞങ്ങളുടെ പഴയ പ്രകൃതിയെ നവീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവസിച്ചതിനെ വിശുദ്ധീകരിക്കട്ടെ. ആത്മാവിനെ ശരീരത്തെ ബോധീകരിക്കാനും ജീവൻ നവീകരിക്കാനുള്ള ശക്തി ഈ ജലത്തിന് പ്രദാനം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ മാമോദീസ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസ അഹങ്കാരം പാലിക്കാനും നിത്യസൗഭാഗ്യതനർഹരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. പ്രകാശമാകുന്നു, എന്നെ അനുഗ്രഹിക്കുന്ന നടക്കില്ല എന്നനുസരിത വിശേഷ അന്ധകാരത്തേക്ക് നമ്മെ പ്രകാശിപ്പിക്കട്ടെ. മാമോദീസയും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും സ്വീകരിക്കുന്നവർ മറ്റുള്ളവരോട് ക്ഷമായാചന ചെയ്ത് ക്രിസ്തീയ സ്നേഹം സുദൃഢമാക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ അനുകരിച്ച് നമുക്കും ഈ അവസരത്തിൽ പരസ്പരം ക്ഷമിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ പരിശ്രമിക്കാം. കാർമികൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. സ്നേഹത്തിന്റെ പ്രമാണമായി ലോകത്തിലേക്കുള്ള കർത്താവേ, സ്നേഹിച്ചുകൊണ്ട് ശിഷ്യായി ജീവിക്കാൻ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ദ്രോഹിക്കുന്നവരോട്
ഞങ്ങളെ